കോട്ടയത്ത് ടോബി ജോൺസൺ ഉണ്ട്. SHO സ്കൂളിലാണ് ടോബി നിൽക്കുന്നത്. ടോബി, വെരി ഗുഡ് മോർണിംഗ്. പല മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടം. ഇത്തവണ കോട്ടയത്ത് താമര വിരിയുമെന്ന് പ്രഖ്യാപിച്ച NDA സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ എന്താണ് കോട്ടയത്തെ ഒരു അവസ്ഥ? മോക്ക് പോളിംഗ് ആരംഭിച്ചോ? ക്രിസ്റ്റീന, പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ പല അട്ടിമറികളും പ്രതീക്ഷിക്കുന്ന ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. ഏതായാലും കോട്ടയം ജില്ലയിലും മോക്ക് പോളിംഗും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇത്തവണത്തെ പ്രത്യേകത നമ്മൾ സൂചിപ്പിച്ചതുപോലെയൊക്കെ തന്നെ BLO ഹെൽപ്പ് ഡെസ്ക് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഹെൽപ്പ് ഡെസ്കും കൂടിയുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മണ്ഡലത്തിലാണ്. കോട്ടയം മണ്ഡലത്തിലെ 31-ാം നമ്പർ ബൂത്തിലാണ്. അവിടെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇങ്ങനെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന വോട്ടർമാർക്ക് അത് കൃത്യമായി നോക്കി ഒന്നുകൂടി ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ എങ്ങനെ വോട്ട് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ മോക്ക് പോളിംഗ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൃത്യം 5:30-ക്ക് തന്നെ 3 അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എല്ലാം ബൂത്ത് ഏജന്റുമാർ, സ്ഥാനാർത്ഥികളിലും അതുപോലെ തന്നെ ബൂത്ത് ഏജന്റുമാരും എല്ലാം തന്നെ ഇവിടെ എത്തി ആ മോക്ക് പോളിംഗിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മോക്ക് പോളിംഗ് കഴിഞ്ഞ് കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് നടപടികളിലേക്ക് കടക്കും. എന്തായാലും ഇത്തവണ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ 1791 ബൂത്തുകളാണ് കോട്ടയം ജില്ലയിലുള്ളത്. അവിടേക്കായി 8608 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു. ഇന്നലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കുമുള്ള സാമഗ്രികൾ, വോട്ടിംഗ് യന്ത്രങ്ങളും മറ്റും എല്ലാം തന്നെ എത്തിച്ച് കൃത്യമായി എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ ചില വോട്ടർമാർ ഇവിടേക്ക് എത്തി മടങ്ങുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യം ലൈനിൽ നിൽക്കുന്നതിന് വേണ്ടി, വോട്ട് ചെയ്ത് പോകുന്നതിന് വേണ്ടി ചില ആളുകൾ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഏജന്റുമാരെല്ലാം തന്നെ എത്തി ആ മോക്ക് പോളിംഗിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വാശിയേറിയ പോരാട്ടമാണ് കോട്ടയം ജില്ലയിൽ നടക്കുന്നത്. കേരള കോൺഗ്രസിന്റെ ആ ഒരു ഭാവി എന്ത് എന്നുള്ളത് തന്നെയാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പാലായിലടക്കം ത്രികോണ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കാര്യങ്ങൾ. പൂഞ്ഞാർ, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി, അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി, അങ്ങനെ ശക്തി കേന്ദ്രങ്ങൾ UDFന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അവർ കഴിഞ്ഞ തവണ നമുക്കറിയാവുന്നതുപോലെ തന്നെ പിന്നിലേക്ക് പോകുമ്പോൾ മധ്യ കേരളത്തിൽ നിന്നും കൂടുതൽ സീറ്റുകൾ നേടാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്തായാലും ഇത്തവണ മധ്യ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരാമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ജോസ് കെ മാണി വിഭാഗം LDFിലേക്ക് വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ സീറ്റുകൾ LDFന് ലഭിക്കുമെന്ന് അവരും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ, ന്യൂനപക്ഷ മേഖലകളിലൊക്കെ കടന്നു കയറാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിൽ BJPയും തയ്യാറെടുക്കുമ്പോൾ വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു പ്രചരണ രംഗത്ത് കാണാൻ സാധിച്ചത്. എന്തായാലും വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഇന്ന് അറിയാൻ സാധിക്കും. അവരവരുടെ മനസ്സിൽ ആ വോട്ട് കുറിച്ചിട്ടുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. ചില സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കുമരകം പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ വള്ളങ്ങളിലും മറ്റുമൊക്കെ എത്തേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും മറ്റുമെല്ലാം തന്നെ ഇന്നലെ കൃത്യമായി തന്നെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പിങ്ക് ബൂത്ത്, ഭിന്നശേഷി സൗഹൃദ ബൂത്ത് എല്ലാം ഒരുക്കി എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിട്ടുണ്ട് കോട്ടയം ജില്ലയിലും. ക്രിസ്റ്റീന, പ്രവിത. ശരി ടോബിക്കും അപ്പൊ എനിക്കും വോട്ട് കോട്ടയം ജില്ലയിലാണ് കേട്ടോ. ചെയ്യുന്നുണ്ടോ? അല്ല, ടോബി പോസ്റ്റൽ വോട്ട് ചെയ്തോ അതോ ടോബി നേരിട്ട് പോയി ചെയ്യുവോ? എങ്ങനെയാണ് ടോബി, നേരിട്ടാണോ വോട്ട് ചെയ്യുന്നത്? നേരിട്ട് വോട്ട് ചെയ്യുകയാണ്. എൻ്റെ വോട്ട് ഞാൻ എല്ലാ തവണയും നേരിട്ട് പോയി വോട്ട് ചെയ്യാറാണ് പതിവ്. അത് മുടക്കാറില്ല. നമ്മുടെ ഈ ജോലിക്കിടയിൽ നമ്മൾ ഒരു അല്പസമയം കണ്ടെത്തി ആ വോട്ട് പോയി ചെയ്യാറാണുള്ളത്. എന്തായാലും കൃത്യസമയത്ത് തന്നെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് ചെയ്യണമെന്നാണ്. അതിനുള്ള സാഹചര്യം ഒരുങ്ങിയാൽ ഞാൻ ആ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്തും. അല്ലെങ്കിൽ വൈകുന്നേരത്തെ നമ്മൾ ആ 6 മണിക്ക് മുമ്പ് തന്നെ എപ്പോഴേലും പോയി വോട്ട് രേഖപ്പെടുത്തും. പ്രവിധയ്ക്ക് എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ? എനിക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് മോർണിംഗ് ഷിഫ്റ്റ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും വന്ന് വോട്ട് ചെയ്യും. എന്തായാലും വോട്ടിംഗ് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അല്ലേ? നമ്മൾ തന്നെയല്ലേ നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടത്. ടോബിയുടെ മുഖത്ത് ആ സന്തോഷം മുഴുവനുണ്ട്. ജനാധിപത്യത്തിന് ഏറ്റവും വലിയ അവകാശം വോട്ടിംഗ് റൈറ്റ് ഉപയോഗിക്കാൻ പോകുന്നതിന്റെ ആ ഒരു സന്തോഷം. അപ്പൊ പ്രവിധ ഉച്ചയ്ക്ക് പോയി വോട്ട് ചെയ്യും. അതെ. ഇനി നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണ് ക്രിസ്റ്റീന? നമ്മൾ പോകേണ്ടത് അങ്ങ് കാസർഗോഡേക്കാണ്. അവിടെ പ്രദീപ് നാരായണനുണ്ട്, കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ. പ്രദീപ്, വെരി ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഈ മോക്ക് പോളിംഗ് സജ്ജമായിട്ടുണ്ടോ? അപ്പം തന്നെ അത് പൂർണ്ണമായോ എന്ന ഒരു വാർത്തകളും ചില ഇടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം തന്നെ എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ. എല്ലാവർക്കും വേണ്ട സജ്ജീകരണങ്ങളൊക്കെ അവിടെ ഉണ്ടോ? വെരി ഗുഡ്
മോർണിംഗ്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് 3 ബൂത്തുകളാണുള്ളത്. ഒരു വനിതാ ബൂത്ത് ഉൾപ്പെടെ, പിങ്ക് ബൂത്ത് ഉൾപ്പെടെ 3 ബൂത്തുകളുണ്ട്. ഇവിടെ 3 ബൂത്തിലും മോക്ക് പോളിംഗ് സ്റ്റാർട്ട് ചെയ്തുവെങ്കിലും ഇപ്പോൾ എനിക്ക് തൊട്ടടുത്ത് കാണുന്ന ബൂത്തിൽ ബാലറ്റ് യൂണിറ്റിനകത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത് ഉടൻ പരിഹരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് ബൂത്തുകളിൽ ഒക്കെ തന്നെയും എല്ലാ സ്ഥലത്തും മോക്ക് പോളിംഗ് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ 32 സ്ഥാനാർത്ഥികളാണ്, 5 മണ്ഡലങ്ങളിലായി 32 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 11,3618 വോട്ടർമാർ അവരുടെ ജനാധിപത്യ അവകാശം ഇന്ന് വിനിയോഗിക്കും. ഇതിനായി ജില്ലയിൽ 1141 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനകം 6679 ഹോം വോട്ട്, അതായത് 99% ഹോം വോട്ടും നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 238 ക്രിട്ടിക്കൽ ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. ഈ ബൂത്തുകളിൽ നിരീക്ഷണത്തിനായി 171 മൈക്രോ ഒബ്സർവർമാരെയും വിന്യസിച്ചിട്ടുണ്ട്. ഈ ക്രിട്ടിക്കൽ ബൂത്തുകളുടെ എണ്ണം കൂടിയതിനാൽ 16 കമ്പനി കേന്ദ്രസേന കാസർഗോഡ് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 1992 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ഡ്യൂട്ടിക്കായി, തിരഞ്ഞെടുപ്പിൻ്റെ സുരക്ഷാ ഡ്യൂട്ടിക്കായി ജില്ലയിൽ നിയമിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാ ബൂത്തുകളിലും ഏറെക്കുറെ ഇതിനകം മോക്ക് പോളിംഗ് ആരംഭിക്കുകയും ചിലയിടങ്ങളിൽ മോക്ക് പോളിംഗ് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെത്തി പരിഹരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു പോളിംഗ് ആണ് ഇത്തവണ നടക്കുന്നത്. കൃത്യമായും ഓരോ മണ്ഡലങ്ങളിലും പിങ്ക് ബൂത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിൽ ഒരിടത്ത് പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദ പോളിംഗ് ബൂത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. അത് കാഞ്ഞങ്ങാട് ഹൊസ്ദുർ സ്കൂളിലാണ്. അവിടെ എല്ലാ ഉദ്യോഗസ്ഥരും, പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഭിന്നശേഷിക്കാരാണ്. അത്തരത്തിൽ മാതൃകാപരമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. കൃത്യമായും ഓരോ പോളിംഗ് ബൂത്തിലും വരുന്ന വോട്ടർമാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തയ്യാറാണ്. മൈക്രോ ഒബ്സർവർമാർ ഉൾപ്പെടെ എല്ലായിടത്തുമുണ്ട്. സ്പെഷ്യൽ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാണ് അവരെ സഹായിക്കാൻ. കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എല്ലാ ബൂത്തിലും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിനകം മോക്ക് പോളിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചിലയിടങ്ങളിൽ മാത്രമാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ളൊരു സാങ്കേതിക തടസ്സങ്ങളുള്ളത്. അതും പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, പ്രദീപാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്നാണ് പ്രദീപ് വിവരങ്ങൾ നൽകിയത്. ഈ നിഖിൽ പ്രമേഷിലേക്ക് പോകാം. നിഖിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ് ചേരുന്നത്. ഇസ്ലാഹുൽ വിൽദാൻ മദ്രസയിൽ നിന്നാണ് നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ പറയൂ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ? മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ടോ? വോട്ടിംഗ് മെഷീന് തകരാറൊന്നും ഇല്ലല്ലോ, എങ്ങനെയാണ്? പ്രവിത, കൃഷ്ണ, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഉത്സവത്തിലേക്ക് കടക്കാൻ ഇനി ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. ജില്ലയിലാകെ 3600 പരം ബൂത്തുകളുണ്ട്. 3689 ബൂത്തുകളുണ്ട്. ഈ എല്ലാ ബൂത്തുകളിലും മോക്ക് പോളിംഗ് അടക്കം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. കൃത്യം 7 മണിക്ക് പോളിംഗ് ആരംഭിക്കും. പല ബൂത്തുകളിലും ആദ്യം തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വോട്ടർമാർ എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട്. ചിലർക്കൊക്കെ അങ്ങനെയുള്ള നിർബന്ധമുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് തിരൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇസ്ലാഹുൽ വിൽദാൻ മദ്രസയിലാണ്. കല്ലാത്തിച്ചിറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് തിരൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം എല്ലാ തവണയും ഇവിടുത്തെ ആദ്യ വോട്ടറാണ്. അപ്പോൾ ഇത്തവണ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്നുള്ള നിലയ്ക്ക് നമ്മൾ തിരൂരിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഇന്നത്തെ ഈ വാർത്താ യാത്ര. തിരൂരിൽ നിന്ന് തുടങ്ങാമെന്നാണ് കരുതിയത്. ഒരു മന്ത്രി മണ്ഡലം കൂടിയാണ്. താനൂരിൽ വിജയിച്ച് 2 തവണ മത്സരിച്ച് വിജയിച്ച V അബ്ദുറഹ്മാൻ ഇത്തവണ തിരൂരിലാണ് മത്സരിക്കുന്നത്. തിരൂരിൽ വികസനം എത്തിക്കണം എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം തിരൂരിൽ മത്സരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലം എന്നുള്ള നിലയ്ക്ക് കൂടി ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി അതിനുണ്ട്. തിരൂർ സീറ്റ് ഇത്തവണ പിടിച്ചെടുക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ മോക്ക് പോളിംഗ് പുരോഗമിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ ബൂത്തുകളിലും, ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും സമാനമായ തരത്തിലുള്ള മോക്ക് പോളിംഗ് അടക്കം പുരോഗമിച്ച് അത് കൃത്യമായ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ഈ വോട്ടിംഗ് മെഷീനുകൾക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വിലയിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനകം തന്നെ മോക്ക് പോളിംഗ് പൂർത്തിയാകും. ഇപ്പോൾ ഈ ബൂത്തിൽ ആരും തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയൊന്നും തന്നെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ അല്പം കൂടി കഴിയുമ്പോൾ ഒരു 6:30 കൂടിയൊക്കെ ആളുകൾ എത്തിച്ചേരും. ഒരു ചെറിയ ക്യൂ ഒക്കെ രൂപപ്പെടും. എന്തായാലും പരമാവധി രാവിലെ തന്നെ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി, വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം തന്നെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്കാകുമ്പോഴേക്കും വെയിലൊക്കെ കറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പരമാവധി രാവിലെ തന്നെ ആളുകളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇത്തവണ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇത്തവണ ജില്ലയിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ വളരെ കൂടുതലാണ്.
നേരത്തെ ഇടതുമുന്നണിക്ക് 4 സീറ്റുകൾ ഉണ്ടായിരുന്നത് പിന്നീട് 3 ചുരുങ്ങുകയും അതിൽ ഇത്തവണ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് വിവിധ മണ്ഡലങ്ങളിൽ നടക്കുന്നത്. ഇപ്പോൾ ഞാനുള്ള തിരൂരിന് സമീപത്തുള്ള പൊന്നാനി എല്ലാ കാലത്തും ഇടതുമുന്നണിയെ പിന്തുണച്ചിട്ടുള്ള അവർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ ഇത്തവണ ശക്തമായിട്ടുള്ള പോരാട്ടമുണ്ട്. അതോടൊപ്പം തന്നെ താനൂര് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, ഒരു സിറ്റിംഗ് മണ്ഡലമാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഇത്തവണ ശക്തമായിട്ടുള്ള പോരാട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ പെരിന്തൽമണ്ണ കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ നജീബ് കാന്തപുരം വിജയിച്ച മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഇത്തവണ നല്ല കാര്യമായ പോരാട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുമ്പോൾ രാഷ്ട്രീയ കേരളം മലപ്പുറത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. എന്തായാലും മോക്ക് പോളിംഗ് ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും പൂർത്തിയാകുന്നു. ഇനിയിപ്പോൾ വോട്ടർമാരൊക്കെ വന്നു തുടങ്ങും. കൃത്യം 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഉള്ള ബൂത്തിൽ ഏറ്റവും ആദ്യത്തെ വോട്ടറായി തിരൂരിലെ UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ എത്തും. പ്രവിത കൃഷ്ണ. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. ക്രിസ്റ്റീന, മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലമുള്ള ഒരു ജില്ല കൂടിയാണ്. 16 മണ്ഡലങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. അത് വലിയ ജനസംഖ്യയുള്ളൊരു ജില്ല കൂടിയാണ്. അപ്പോൾ അത്രത്തോളം ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുമെന്ന് തന്നെ വലിയൊരു പ്രതീക്ഷയുമുണ്ട് അധികൃതർക്ക്. അങ്ങനെയുള്ള അതിനുള്ള ഒരുക്കങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ശക്തമായ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ്, ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. എന്തായാലും എല്ലാവരെയും പരമാവധി ആൾക്കാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എത്രത്തോളം ഉണ്ടാകും പോളിംഗ് ശതമാനം, കേരളം എങ്ങനെ വിധി എഴുതും, ഇതൊക്കെ നമുക്ക് നോക്കിക്കാണാൻ മണിക്കൂറുകൾ ശേഷിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.